ജിൽസി ഇപ്പോൾ ആഷിഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൃദയഭേദകം വേദനാജനകം എന്നൊക്കെ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയുമ്പോൾ അതിസാധാരണക്കാരായ മനുഷ്യർ അങ്ങേറ്റം ഒന്ന് രാത്രിയായി കിട്ടാൻ പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് മുകളിലേക്കാണ് ഈ രീതിയിലുള്ള ദുരന്തം അനുഭവിക്കുന്നത്. ആഷിഖ് അത് തന്നെയാണ്. അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്ന ഒരു ദുരന്തമാണ്. കാരണം നടപടികൾ എടുത്തിരുന്നു. ഒരു കണക്കിനത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയാം. കാരണം ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സമയത്ത് തന്നെ ഈ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ചില മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ പോലും ഒരു അവസ്ഥയിൽ അതങ്ങനെ വന്ന് സംഭവിക്കുകയായിരുന്നു. ഈ നേരത്തെ ഈ ദേശീയപാതയ്ക്ക് മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തീർച്ചയായും അത്തരം ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഈ പ്രദേശവാസികൾക്കുണ്ട്. അതിന്റെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതികൾ പല ഘട്ടത്തിലും ജില്ലാ കളക്ടർക്കടക്കം ഇവിടുത്തെ സമീപവാസികൾ നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ അതിനൊക്കെ നടപടികൾ ഉണ്ടാകുന്നതിന് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ അത്തരം പരാതികളെ അവഗണിക്കുകയായിരുന്നു സ്വാഭാവികമായും ജില്ലാ ഭരണകൂടവും മറ്റ് ഭരണ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ജിൽസി സൂചിപ്പിച്ചതുപോലെ സന്ധ്യയ്ക്കും ബിജുവിനും ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം അല്ലെങ്കിൽ അപകടം എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ നൈമിഷികതയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വലിയ മണ്ണിടിച്ചിൽ തീർച്ചയായും അധികൃതരുടെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആദ്യമായി ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അതിന് മുൻപ് തന്നെയും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം മണ്ണിടിയുന്നു, മൂന്നാറിലേക്കുള്ള പാത പൂർണ്ണമായും അടഞ്ഞു പോകുന്നു. എന്നിട്ടും ആ മണ്ണ് കൃത്യമായി നീക്കം ചെയ്യാനോ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനോ ഒരു പകൽ മുഴുവൻ കിട്ടിയിട്ടും ഇവിടുത്തെ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ അപകടം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഏതായാലും അത്ര നേരവും കിട്ടിയിട്ട് മണ്ണ് നീക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയിൽ പെയ്യാവുന്ന അപ്രതീക്ഷിതമായ മഴ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളും നേതാക്കളും അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് ഇവിടെ ഈ നിലയിൽ ഒരു താൽക്കാലികമായ ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത്. ചേട്ടാ ഇവിടെ ഉള്ള ആളാണോ? ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉള്ള ആളുകളാണ്? ഇവിടെ താമസിക്കുന്ന ആളാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാം നശിച്ചുപോയി. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് വന്നതേ ഉള്ളൂ. രാത്രി ദുരന്തം ഉണ്ടായ കാര്യം അറിഞ്ഞിരുന്നു? അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് വന്നില്ല? വന്നിട്ട് പോയതാണ്. ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളുടെ ഒക്കെ വീടുകൾ 6 വീട് മണ്ണിന്റെ അടിയിലാണ്. ഡോക്യുമെന്റുകളും മറ്റ് വിലപ്പെട്ട സാധനങ്ങളും എല്ലാം സമ്പാദ്യങ്ങളൊക്കെ എല്ലാം പോയി. വിലപ്പെട്ട എന്തെങ്കിലും എടുത്തു മാറ്റിയിരുന്നു? ഒന്നും പറ്റിയില്ലായിരുന്നു. ഇവര് 6 മണിയാകുമ്പോൾ അങ്ങോട്ട് മാറി താമസിക്കാനാണ് പറഞ്ഞത്. അപ്പൊ 10 മണിയാകത്തൊരു ഇടിയിൽ കിടന്നുല്ലോ. വേറെ ഒന്നും മാറ്റാനൊന്നും പറ്റിയില്ല. നമ്മുടെ ഇട്ടിരുന്ന വസ്ത്രം മാത്രം കയ്യിലുള്ള അവസ്ഥയാണ്. അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ബന്ധുക്കളും മറ്റുള്ള വീട്ടുകാരൊക്കെ എല്ലാവരും ക്യാമ്പിലാണ്. ആരും വന്നിട്ടില്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടാവും. തീർച്ചയായും ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തിനടിയിൽ വീടുള്ള ആളാണ്. ചേട്ടാ പേരെങ്ങനെയാണ്? അനസാണ്. അനസിന്റെ വീട് ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തിനടിയിലാണ് ജിൽസി സൈഫുദ്ദീൻ. അവർക്ക് പറയാനുള്ളത് നമുക്ക് വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവർ ഈ ദുരന്തത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. ഇനി അതിൽ ഇടപെടൽ വരേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഈ ദുരന്തത്തെ അവരെങ്ങനെ നോക്കിക്കാണുന്നു, അതിൽ ദുരന്ത ബാധിതരെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. രാത്രി ദുരിതാശ്വാസ പ്രവർത്തനത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ മന്ത്രി റോഷി അഗസ്റ്റിൻ നേതൃത്വം നൽകിയിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ജില്ലയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്. അവർ ഒരുപക്ഷെ ഇങ്ങോട്ട് സന്ദർശനം നടത്തിയേക്കാം എന്നുള്ള സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ജില്ലാ ഭരണകൂടം ഈ ദുരന്തത്തെ
ദുരന്തത്തെ എങ്ങനെ വിലയിരുത്തുന്നു, അതിനുള്ള നാശനഷ്ടങ്ങൾ, നഷ്ടപരിഹാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏത് നിലയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. ഏതായാലും ഇന്നലെ രാത്രി ദുരന്തമുണ്ടായ സമയത്ത് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് കൃത്യമായി ഇടപെടൽ ഉണ്ടാവുകയും ഇടുക്കിയിൽ നിന്നുള്ള പ്രത്യേക NDRF സംഘത്തെ ഇങ്ങോട്ട് അയക്കുകയും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇനി ഈ ദുരന്തത്തെ മറികടക്കുവാൻ അനസിനെ പോലുള്ള നിരവധി ആളുകൾ, വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പോയവർ, വീട് പൂർണ്ണമായും തകർന്നു പോയവരടക്കമുണ്ട്, ഒന്നുമില്ലാതായി പോയ മനുഷ്യർ നിരവധി ഇവിടെ അടിമാലിയിലുണ്ട്. അവർ എങ്ങനെ ഈ ദുരന്തത്തെ മറികടക്കുമെന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവരെ ജില്ലാ ഭരണകൂടം, ഭരണ സംവിധാനങ്ങൾ എങ്ങനെ കാണും എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. സൈഫുദ്ദീൻ, ജിൽസി.